ശ്രദ്ധിക്കണേ, പരിഹാരം കാണാനാവാത്ത പല പ്രശ്നങ്ങളും നമ്മെ അഭിമുഖീകരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് അല്ലേ, പ്രത്യേകിച്ച് എന്താ പറയുക, പ്രാർത്ഥനയിൽ നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ അത് പറയണത്. എന്താണ്? പരിഹാരം കാണാനാവാത്ത പല പ്രശ്നങ്ങളും നമ്മെ അല്ലേ, അങ്ങനത്തെ പല പ്രശ്നങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇവിടെ മാർപ്പാപ്പ പറയാണ്, പരിഹാരം കാണാനാവാത്ത പല പ്രശ്നങ്ങളും നമ്മെ അഭിമുഖീകരിക്കുമ്പോൾ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ, ശ്രദ്ധിക്കണോട്ടോ ആ വാക്ക്, അടുപ്പിക്കാനല്ല, അടുപ്പിക്കാൻ, അതായത് ചേർക്കാൻ, ജനങ്ങളെ തമ്മിൽ ചേർത്ത് വയ്ക്കാൻ, ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ മാർപ്പാപ്പയ്ക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നതായിരുന്നു ചർച്ചാ വിഷയം. കണ്ടോ, ആ വട്ടമേശ സമ്മേളനത്തിൽ ഒരു ചർച്ചാ വിഷയം വന്നത് എന്താണ്? പരിഹാരം കാണാനാവാത്ത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ മാർപ്പാപ്പയ്ക്ക് ജനങ്ങളെ തമ്മിൽ ഒരുമിച്ച് അല്ലെങ്കിൽ ചേർത്ത് നിർത്താൻ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന്, അതായിരുന്നു ചർച്ചാ വിഷയം. അപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ നിർദ്ദേശിച്ചത് ക്ഷമയുടെ ഒരു വർഷം പ്രഖ്യാപിക്കാനായിരുന്നു. കണ്ടു, ക്ഷമയുടെ ഒരു വർഷം പ്രഖ്യാപിക്കാനായിരുന്നു ആ സമ്മേളനത്തിലെ ഒരാളുടെ അഭിപ്രായം. അങ്ങനെയായിരുന്നു. ഈ ആശയം ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാനാണ്, ഈ ആശയം ഞാൻ ചിന്തിച്ചിരുന്നു, അതിനാൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുൻപ്, കണ്ടോ, അതിനാൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുൻപ്, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, ഞാൻ ഈ ആശയം ചിന്തിച്ചിരുന്നു, പക്ഷേ ഒരു നിമിഷം, എന്താണ് ആ നിമിഷം, ഒരു നിമിഷം എന്ന് പറയണേ, അതായത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് മുൻപ് പിന്നെന്താ എഴുതിയേക്കണം അവിടെ? പ്രാർത്ഥനയിലൂടെ. കണ്ടോ, പ്രാർത്ഥനയിലൂടെ. നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ തോറ്റുപോകുന്ന, പരാജയപ്പെട്ടു പോകുന്ന ഒരു ഒരു അവസ്ഥയാണ് എന്ത്? നമ്മൾ ചാടിക്കേറി ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. നമ്മൾ കർത്താവിനോട് അല്ലെ ദൈവത്തോട് നമ്മൾ എന്ത് ചോദിക്കില്ല? ആലോചന ചോദിക്കില്ല. നമ്മൾ നമ്മുടെ ഹിതം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടാണ് നമ്മളെപ്പോഴും കാണിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ പറഞ്ഞു വെച്ചേക്കണ ആ ഒരു പോയിന്റ് കണ്ടോ, ഫസ്റ്റ് തന്നെ എന്താ പറയുന്നത്? നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുൻപ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു വാക്കെഴുതിയിരിക്കുകയാണ്, പ്രാർത്ഥനയിലൂടെ. കണ്ടോ, പ്രാർത്ഥനയിലൂടെ. അപ്പൊ നമ്മൾക്ക് എപ്പോഴും ഒരു പരാജയം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു പോരായ്മ, ഒരു കുറവ് നമുക്കെപ്പോഴും, പ്രത്യേകിച്ച് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ നമുക്കൊരു പോരായ്മ, കുറവുണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു പരാജയം ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? പ്രാർത്ഥനയിലൂടെ. മനസ്സിലായോ? പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ കർത്താവിനോട് ആലോചന ചോദിക്കാതെ, അവന്റെ ഹിതം എന്താണെന്ന് അന്വേഷിക്കാതെയുള്ള നമ്മുടെ എടുത്തുചാടൽ. പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒരു കാര്യം തോന്നി, പെട്ടെന്ന് നമ്മൾ ആ കാര്യം ചെയ്യാൻ വേണ്ടി പോകല്ല. മനസ്സിലാവുണ്ടോ? ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു കേട്ടോ, ശ്രദ്ധിച്ചേ നിങ്ങൾ കണ്ടോ, ക്ഷമയുടെ ഒരു വർഷം പ്രഖ്യാപിക്കാനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിലൊരാൾ അഭിപ്രായം പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താ പറഞ്ഞേ? ഈ ആശയം ഞാൻ ചിന്തിച്ചിരുന്നു അല്ലേ, ഈ ആശയം എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ ചിന്തിക്കണുണ്ട് അതിനെക്കുറിച്ച്, പക്ഷേ അതിനാൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് മുൻപ് പ്രാർത്ഥിക്കണം ആദ്യം. മനസ്സിലായോ? എനിക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആർക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്? ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നിട്ട് പറഞ്ഞു പ്രാർത്ഥനയിലൂടെയും. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം ഓരോ വാക്കും. പ്രാർത്ഥനയിലൂടെയും. പിന്നെ പറയണ പോയിന്റ് എന്താണ്? എനിക്ക് മുമ്പുണ്ടായിരുന്ന മാർപ്പാപ്പമാരുടെ പഠിപ്പിക്കലുകളിലൂടെയും. കണ്ടോ, എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന മാർപ്പാപ്പമാരിലൂടെയുള്ള പഠിപ്പിക്കലുകൾ, അതായത് അല്ലേ ടീച്ചിങ് അല്ലേ, പഠിപ്പിക്കലുകൾ. മനസ്സിലായോ? അല്ലെ പ്രബോധനം. കണ്ടോ, പ്രാർത്ഥനയും പ്രബോധനവും. പിന്നെ അതുകൂടാണ്ട് എന്താണ്? പ്രഖ്യാപനങ്ങളിലൂടെയും. പഠിപ്പിക്കലുകളിലൂടെയും പ്രഖ്യാപനങ്ങളിലൂടെയും. ആരുടെ? എനിക്ക് മുമ്പുണ്ടായിരുന്ന മാർപ്പാപ്പമാരുടെ.
പഠിപ്പിക്കലുകളിലൂടെയും പ്രഖ്യാപനങ്ങളിലൂടെയും കടന്നു പോയപ്പോൾ സഭയെ ഒരു സൈനിക ആശുപത്രിയായി കണ്ടു. ആര് കണ്ടു? ആര് കണ്ടു? ഫ്രാൻസിസ് മാർപ്പാപ്പ കാണുകയാണ്. എങ്ങനെ? എന്ത് കണ്ടു? സഭയെ ഒരു സൈനിക ആശുപത്രിയായിട്ട് കാണുകയാണ്. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണത് കാണാൻ സാധിച്ചത്? പ്രാർത്ഥനയിലൂടെയും എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന മാർപ്പാപ്പമാരുടെ പഠിപ്പിക്കലുകളിലൂടെയും പ്രഖ്യാപനങ്ങളിലൂടെയും ഉണ്ടോ? അപ്പം അത് എപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്ത്? നമ്മൾ എന്ത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യാനായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ എന്ത് കാര്യമായാലും, മനസ്സിലായോ, എന്ത് ചെയ്യണം? കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലേ? പരിശുദ്ധാത്മാവിനോട് നമ്മൾ അല്ലേ എന്താണ് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു അല്ലേ ഒരു ആലോചന ചോദിക്കൽ മിക്കപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകാറില്ല. അങ്ങനെ ഇല്ലാണ്ട് വരുമ്പോഴാണ് എന്ത് സംഭവിക്കണത് അല്ലേ? അതിൽ പോരായ്മ വരും, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന മാർപ്പാപ്പമാരുടെ പഠിപ്പിക്കലുകളിലൂടെയും പ്രഖ്യാപനങ്ങളിലൂടെയും കടന്നു പോയപ്പോൾ, കണ്ടോ, കടന്നുപോയപ്പോൾ ആര് കടന്നുപോയി? ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നുപോയപ്പോൾ സഭയെ ഒരു സൈനിക ആശുപത്രിയായി കണ്ട് ഏറ്റവും അധികം പരിക്കേറ്റവർക്ക്, കണ്ടോ, സഭ അത്